ചടങ്ങിലേക്ക് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ചെറിയൊരു ഉദ്ഘാടന ചടങ്ങ് ഇവിടെ ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ നെന്മാറ സത്സംഗത്തിൻ്റെ ലീഡറായിരിക്കുന്ന വിശേഷ് ചൈതന്യദാസ് പ്രഭു, അദ്ദേഹത്തെ നമ്മൾ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള പൊള്ളാച്ചിയിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ നിത്യാനന്ദ ചൈതന്യദാസ് പ്രഭു, അദ്ദേഹത്തെ നിത്യാനന്ദ ജഗദീഷ് ദാസ് പ്രഭു, അദ്ദേഹത്തെയും ഈ നമ്മൾ ഈ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഇവിടെ നമുക്ക് പ്രസാദം സ്പോൺസർ ചെയ്തിരിക്കുന്ന മേഘലാ മാതാജിയുടെ അച്ഛനാണ് വേലായുധം പ്രഭു, അദ്ദേഹത്തെയും നമ്മളെ ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. പിന്നെ നമുക്ക് എല്ലാം പ്രിയപ്പെട്ടവനായിരിക്കുന്നു നമ്മുടെ ഇഷാഗുരുവും ഈ സത്സംഗത്തിൻ്റെ ആദ്യം ഈ സത്സംഗം തുടങ്ങിയിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരിക്കുന്ന SK മുരളി ഗോവിന്ദാസ് പ്രഭു, അദ്ദേഹത്തെയും ഇതിനു വേണ്ടിയിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു.
സേവനത്തിൻ്റെ മികവിനെ കുറിച്ചാണ് സുന്ദരകാന്ഡം. ഭഗവാൻ എപ്പോഴും തന്നെക്കാളും കൂടുതൽ പ്രാധാന്യം തൻ്റെ ഭക്തന്മാർക്ക് കൊടുക്കാറുണ്ട്. ഭഗവാനെ പ്രകീർത്തിച്ച് പറയുന്നതിനേക്കാളും ഭഗവാൻ ഇഷ്ടം തൻ്റെ ഭക്തനെ പ്രകീർത്തിക്കലാണ്. അതുകൊണ്ട് രാമായണത്തിൽ ഒരു കാണ്ഡം മുഴുവനും, ഒരു ഭാഗം, 8 ഭാഗത്തിൽ ഒരു ഭാഗം മുഴുവനും സുന്ദരകാന്ഡം. അപ്പോൾ ഇന്ന് ഹനുമാൻ ജയന്തിയാണ്. നമ്മൾ ചോദിച്ചത്, അതായത് എനിക്ക് ഭഗവാന്റെ നാമം ചൊല്ലാൻ എനിക്ക് സാധിക്കണം എല്ലായ്പ്പോഴും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഹനുമാന്റെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ പോയിട്ട് ജയ് ഹനുമാൻ എന്ന് പറഞ്ഞ് അടി കിട്ടും. ഹനുമാൻ ഇഷ്ടമില്ല. അവിടെ ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ ഹനുമാൻ ഉണ്ടാവും. അവിടെ പോയിട്ട് നമ്മൾ ജയ് ഹനുമാൻ പറഞ്ഞാൽ ആ ഗത കൊണ്ട് ഒരു അടി തരും. കാരണം എന്താ, ഹനുമാനെ തന്നെക്കുറിച്ച് പറയുന്ന ഇഷ്ടമില്ല. പക്ഷേ ശ്രീരാമൻ്റെ പേര് എവിടെയെല്ലാം പറയുന്നു അവിടെ ഹനുമാൻ ഉറപ്പായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഏത് ഹനുമാന്റെ ക്ഷേത്രത്തിൽ പോയാലും ജയ് ഹനുമാൻ പറയാൻ പാടില്ലല്ലോ, പറയില്ലല്ലോ, ജയ് ശ്രീറാം. കാരണം അത് കേൾക്കാൻ ആർക്കിഷ്ടം? ഹനുമാൻ ഇഷ്ടമാണ്. അപ്പോൾ ഭഗവാന്റെ തിരുനാമം എല്ലാവിടെയും പറഞ്ഞു. ഇപ്പോൾ ഹനുമാന്റെ ഹൃദയത്തിനെ തുറന്ന് കാണിച്ചു കൊടുത്തപ്പോൾ എന്താ കണ്ടത്? ശശികുമാർ നാമസ്യ ചിത്രതാടി നക്ഷത്രേ മഹാകലശാഭിഷേകം സമർപ്പയാമി. തിലകവതി നാമസ്യ പൂരൂരുട്ടാതി നക്ഷത്രേ മഹാകലശാഭിഷേകം സമർപ്പയാമി. നേഹ നാമസ്യ അയിരം നക്ഷത്രേ മഹാകലശാഭിഷേകം സമർപ്പയാമി. ശരവണകുമാർ നാമസ്യ പൂയൻ നക്ഷത്രേ മഹാകലശാഭിഷേകം സമർപ്പയാമി. രാധാമണി നാമസ്യ ചിത്തിര നക്ഷത്രേ മഹാകലശാഭിഷേകം സമർപ്പയാമി. ईश्वरः परमः कृष्णः सच्चिदानन्दविग्रहः अनादिरादिर्गोविन्दः सर्वकारणकारणम्। ईश्वरः परमः कृष्णः सच्चिदानन्दविग्रहः अनादिरादिर्गोविन्दः सर्वकारणकारणम्। ईश्वरः परमः कृष्णः सच्चिदानन्दविग्रहः अनादिरादिर्गोविन्दः सर्वकारणकारणम्। चिन्तामणिप्रकरसद्मसुकल्पवृक्ष लक्षावृतेषु सुरभिरभिपालयन्तम् लक्ष्मीसहस्रशतसम्भ्रमसेव्यमानम् गोविन्दमादिपुरुषं तमहं भजामि। वेणुं त्वणन्तमरविन्ददलायताक्षं बरहावतं समसिताम्बुदसुन्दराङ्गं कन्दर्पकोटिकमनीयविशेषशोभं गोविन्दमादिपुरुषं तमहं भजामि। आलोलचन्द्रकलसद्वनमाल्यवंशी रत्नाङ्गदं प्रणयकेलिकलाविलासं श्यामं नृभङ्गललितं नियतप्रकाशं गोविन्दमादिपुरुषं तमहं भजामि।
अङ्गानि यस्य सकलेन्द्रियवृत्तिमन्ति पश्यन्ति पान्ति कलयन्ति चिरं जगन्ति आनन्दचिन्मय सदुज्ज्वल विग्रहस्य गोविन्दमादिपुरुषं तमहं भजामि अद्वैतमच्युतमनादिमनन्तरूपम् आद्यं पुराणपुरुषं नवयौवनं च वेदेषु दुर्लभमदुर्लभमात्मभक्तौ गोविन्दमादिपुरुषं तमहं भजामि पन्थास्तु कोटिशतवत्सरसम्प्रगम्यो वायुरथापि मनसो मुनिपुङ्गवाना सोऽप्यस्ति यत्प्रवदसिन्यविचिन्त्य तद्वे गोविन्दमादिपुरुषं तमहं भजामि एकोऽप्यसौ रचयितुं जगदण्डकोटिं यच्चक्षिरस्ति जगदण्डचयाय दन्तः अण्डान्धरस्थपरमाणुचयान्धरस्थं गोविन्दमादिपुरुषं तमहं भजामि यद्भावभावितधियो मनुजस्तदैव सम्प्राप्य रूपमहिमासनयानभूषाः सुर्तेर्यमेव निगमाकृतितैः स्तुवन्ति गोविन्दमादिपुरुषं तमहं भजामि आनन्दचिन्मयरसप्रतिभाविताभिस्ताभिर्य एव निजरूपतया कलाभिः गोलोक एव निवसत्यखिलात्मभूतो गोविन्दमादिपुरुषं तमहं भजामि प्रेमाञ्जनच्युतिभक्तिविलोचनेन सन्तः सदैव हृदयेषु विलोकयन्ति यश्यामसुन्दरमचिन्त्य गुणस्वरूपं गोविन्दमादिपुरुषं तमहं भजामि रामादिमूर्तिषु कलानियमेन तिष्ठन् नानावतारमकरोद्भुवनेषु किन्तु कृष्णः स्वयं समभवत् परमः पुमान्यो गोविन्दमादिपुरुषं तमहं भजामि यस्य प्रभा प्रभवतो जगदण्डकोटिश्वशेषवसुधादिविभूतिभिन्नं तद्ब्रह्म निष्कलमनन्तमशेषभूतं गोविन्दमादिपुरुषं तमहं भजामि मायावी यस्य जगदण्डशतानि सूते त्रैगुण्यतद्विषयवेदवितायमाना सत्त्वावलम्बि परसत्त्वं विशुद्धसत्त्वं गोविन्दमादिपुरुषं तमहं भजामि आनन्दचिन्मयरसमतया मनस्सु कर्माणि निर्दहति किन्तु च भक्ति भाजा गोविन्दमादिपुरुषं तमहं भजामि यं क्रोधकामसहजप्रणयादिभीति वात्सल्यमोहगौरवसेव्यभावैः सञ्चिन्त्य तस्य सदृशीं तनुमापुरेते गोविन्दमादिपुरुषं तमहं भजामि श्रियः क्रान्तः परमपुरुषः कल्पतरवो रुमा भूमिश्चिन्तामणि गणमयी तोयममृतं कथागाननाट्यं गमनमपि वंशी प्रियसखी चिदानन्दं ज्योतिः परममपि तदास्वाद्यमपि च स यत्र क्षीराब्धिः स्रवति सुरभिर्यस्य सुमहान् निमेषार्धात्यो वा व्रजति पादोऽस्य विश्वाभूतानि विभागस्यामृतं दिवि पादोऽर्थे पुरुषः पादोऽस्येहाभवात् पुनः ततो विश्वं विप्रामगर्शासनाय च मे अभि तस्मात् विराजजायताम् विराजो अभिपूरुषः सजातो अत्यरिच्यता पश्चातो विमतो पुरः यत्पुरुषेण हविषा देवायज्ञमदन्वता वसन्तो अस्यासीदाज्यम् ग्रीष्मयुद्धशरद्धभिः सप्तास्यासन्वरिदयः त्रिसप्तसंवत्सराः देवायज्ञं तन्वानाः अपथ्यं पुरुषं पशुं तैयज्ञं बाहुषुपाक्षं पुरुषं जालमग्रदः तेन देवा अयन्ता साध्या विषयष्टये तस्मात् यज्ञा
वृषदाज्यं पशुग्रस्तागश्चक्रे மேனோன்பாறையில் வெள்ளி விழா 25வது ஆண்டு விழா இங்க நடக்குது. ரொம்ப சிறப்பான ஒரு விஷயம். கேரளத்திலே முதல் சத்சங்கம் ஆரம்பிச்சது இந்த அழகான கிராமத்துல. இன்னைக்கு 25 வருடம் முடிவடைந்திருக்கிறது இந்த அழகான வெள்ளி விழா நிகழ்ச்சி. அப்ப இன்னைக்கு ஆன்மீக குருவை பற்றி பேசப்போம். இந்த தமிழ்ல இந்த பழமையான சொல் கேள்விப்பட்டிருப்பீங்க, பழமொழி கேள்விப்பட்டிருப்பீங்க. மாதா பிதா குரு தெய்வம். சாதாரண ஒரு பக்தருக்கும் வைஷ்ணவருக்கும் என்ன வேறுபாடு அப்படின்னா, பக்தர்கள் கோயிலுக்கு போறாங்க, அவர்களுக்கு குரு கிடையாது. வைணவருக்கு குரு கண்டிப்பாக உண்டு. அம்மா வென்றழைக்கிற
ചെയ്തനീ ആനന്ദമാനവൻ ആടി തുലീവൻ അവനടി പണിമോ ജം തക്കത്തിമി തക്കനക ജം ജം തക്കത്തിമി ദിമി കിട്ടതി ഗുണക ജം ജം തക്കത്തിമി ദിമി കിട്ടതി സുഖദുഃഖ രണ്ടിനെയും ഒരുപോലെ കാണും. സുഖമും നമ്മളെ ഭക്തിയിൽ വളർത്തും, ജീവിതത്തിൽ സന്തോഷം തരും. ദുഃഖവും നമുക്ക് ഭക്തിയിൽ വളർത്തും. ചിലപ്പോൾ അറിയില്ല ഏതാ നല്ലത് ഏതാ ചീത്ത എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കില്ല. ഭയന്ന് ഓടാൻ തുടങ്ങി ജീവനും കൊണ്ട്. അപ്പൊ ഈ കുറ്റിച്ചെടികളുടെ ഇടയും വള്ളിച്ചെടികളുടെ ഇടയ്ക്കൊക്കെ ഈ മാൻ ഓടി. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ ഈ താഴെ വളർന്നിരുന്ന വള്ളിച്ചെടികളെല്ലാം അതിന്റെ കൊമ്പിൽ കയറി ഇങ്ങനെ എല്ലാം കുരുങ്ങി. മാനിന് ഓടാൻ സാധിച്ചില്ല. സിംഹം വന്നു, മഹാപ്രസാദേ ഗോവിന്ദേ എന്ന് പറഞ്ഞിട്ട് ആ മാനിനെ അടിച്ചു പോകും. ഇപ്പോ മാൻ അഹങ്കരിച്ച കൊമ്പ് കാരണമാണ് മാൻ കുടുങ്ങിയത്. അത് വെറുത്ത കാലുകളാണ് മാനിനെ രക്ഷിച്ചത്. നമുക്ക് ലൈഫിൽ തന്നെ ഏതാ ശരി ഏതാ തെറ്റെന്നറിയില്ല. നമ്മൾ ശരിയെന്ന് വിചാരിക്കുന്ന പലതും തെറ്റായിരിക്കും, തെറ്റെന്ന് വിചാരിക്കുന്ന പലതും ശരിയായിരിക്കും. ഇവൻ എൻ്റെ ശത്രു എന്ന് വിചാരിച്ചാൽ ചിലപ്പം അവനായിരിക്കും എന്നെ ജീവിതത്തിൽ രക്ഷിക്കുന്നത്. മിത്രമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ശത്രുക്കളാണ്. സാന്നിധ്യം കൊണ്ടാണ് നമ്മളെല്ലാവരും പ്രഭു ഹരേ കൃഷ്ണ, പ്രഭു ഹരേ കൃഷ്ണ, ഗോകുലപതി പ്രഭു. ഓക്കെ ഓക്കെ. സോ ജഗസാക്ഷിദാസ് പ്രഭുവിന് നമ്മുടെ വലിയൊരു ബിഗ് ഹരി ബോൾ.